ഹായ്, നമസ്കാരം. എൻ്റെ പേര് അലക്സ് ബോസ്കോ. ഞാൻ 1999 മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള ട്രഷറി കോഡ് എന്ന് പറയുന്ന ആ പേപ്പറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേരള ട്രഷറി കോഡ് എന്ന് പറയുമ്പോൾ അതിൽ 3 പുസ്തകങ്ങളാണ് ഉള്ളത്. കേരള ട്രഷറി കോഡ് വോളിയം 1, കേരള ട്രഷറി കോഡ് വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. ഞാൻ ഈ 3 പുസ്തകങ്ങളാണ് വിത്ത് ബുക്കായിട്ട് ട്രഷറി കോഡ് എന്ന് പറയുന്ന പേപ്പറിന് ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ കേരള സർക്കാരിൻ്റെ പുസ്തകങ്ങളായിരിക്കണം. ഗൈഡുകൾ ഉപയോഗിക്കാൻ പാടില്ല. പുസ്തകത്തിൽ വരയോ കുറിയോ വേറൊന്നും പാടില്ല. ട്രഷറി കോഡ് വോളിയം 1 1 മുതൽ 444 റൂൾസ് ഉണ്ട്. വോളിയം 1 നിന്ന് ഏകദേശം 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. 60-65 മാർക്കിനുള്ള ചോദ്യങ്ങൾ വോളിയം 1 നിന്ന് വരും. വോളിയം 2 നിന്ന് 5 മാർക്കിനോ 10 മാർക്കിനോ ഉള്ള ചോദ്യങ്ങളെ സാധാരണ വരാറുള്ളൂ. അത് ഫോംസ് എല്ലാം തന്നെ വോളിയം 2 അക്കൗണ്ട് കോഡ് വോളിയം 2 നിന്ന് 25-30 ഇടയ്ക്കുള്ള മാർക്കാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കേരള ട്രഷറി കോഡ് വോളിയം 1 അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ട്രഷറി കോഡിനെ കുറിച്ച് ഓർത്ത്. കാരണം ട്രഷറി കോഡ് വോളിയം 1 55, 60, 65 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു പുസ്തകമുള്ള വ്യക്തിക്ക് ഈ പരീക്ഷ നന്നായിട്ട് എഴുതും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം തന്നെ ഒരു 45-50 ഇടയ്ക്കുള്ള മാർക്കിന് മാത്രമേ പരീക്ഷ എഴുതാവൂ. അതായത് ഏറ്റവും പെർഫെക്റ്റ് ആൻസർ എന്നും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് എഴുതാവൂ. അല്ലാതെ കൂടുതൽ മാർക്കിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് മാർക്കുണ്ട്. തെറ്റുന്നതിനാണ് മൈനസ് മാർക്കുള്ളത്. 3 തെറ്റിന് 1 മാർക്ക് പോകും. അപ്പോൾ 75 അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടി 30 തെറ്റിപ്പോയാൽ ബാക്കി 45-ൽ നിന്ന് 10 മാർക്ക് കുറയുമ്പോൾ 35-ലേക്ക് പോകും. പരീക്ഷയ്ക്ക് തോറ്റുപോകും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം ഒരു 45 അല്ലെങ്കിൽ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആൻസർ ചെയ്യാവൂ. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള ട്രഷറി കോഡിൻ്റെ ഫസ്റ്റ് വോളിയത്തിലെ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ്. അതായത് ഞാനിത് കേരള ട്രഷറി കോഡിലെ 8 പാർട്ടുകളുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിന് സെക്കൻഡ് പാർട്ടുണ്ട്, തേർഡ് പാർട്ടുണ്ട്, അങ്ങനെ 7 പാർട്സ് ഉണ്ട്. 7 പാർട്ടുകളുണ്ട്. അപ്പോൾ 7 പാർട്ട് 7 എപ്പിസോഡുകളായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മാർക്കിനുള്ള ചോദ്യമേ പ്രതീക്ഷിച്ചാൽ മതിയാവും. സെക്കൻഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്, ഫിഫ്ത്ത് പാർട്ട്, ഈ 3 പാർട്ടുകളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സാധാരണയായി വരുന്നത്. എന്ന് പറഞ്ഞ് ഒന്നും അപ്രസക്തമല്ല, റൂൾസുകളൊന്നും തന്നെ അപ്രസക്തമല്ല. എന്നാലും കൂടുതൽ സാധ്യതകൾ ഈ ചോദ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ ട്രഷറി കോഡ് നിലവിൽ വന്നത് 1963 ജൂലൈ 1 ട്രഷറി കോഡ് ഒപ്പിട്ടത് 1963 ഏപ്രിൽ 6. ഇതിലെ ഫസ്റ്റ് റൂള് തന്നെ ട്രഷറി കോഡിന്റെ വരവിനെ കുറിച്ചാണ് ഫസ്റ്റ് റൂളിൽ പറയുന്നത്. ദീസ് റൂൾസ് മേ ബി കോൾഡ് ദി കേരള ട്രഷറേഴ്സ് റൂൾസ് and they shall come into force on the 1st July 1963. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു: The Kerala Treasury Rules come into force on dash. 4 ഓപ്ഷൻ കൊടുത്തു. അതിന് ശരിയായ ഉത്തരം 1/7/1963 ആണ്. The Kerala Treasury Rules come into force on 1/7/1963. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അടുത്ത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യം റൂൾ നമ്പർ 2 നിന്നുള്ളതാണ്.
അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഒരു ചോദ്യം ചോദിച്ചത്. ദി ഗവൺമെന്റ് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് കൺസോളിഡേറ്റ് ഫണ്ട് അക്കൗണ്ട്, കണ്ടിജൻസി ഫണ്ട് അക്കൗണ്ട്, പബ്ലിക് അക്കൗണ്ട്സ്. ഗവൺമെന്റ് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് കൺസോളിഡേറ്റ് ഫണ്ട് അക്കൗണ്ട്, കണ്ടിജൻസി ഫണ്ട് അക്കൗണ്ട്, പബ്ലിക് അക്കൗണ്ട്സ്. ഈ 3 അക്കൗണ്ടുകളും കൂടെ കൺസിസ്റ്റ് ചേർന്നതാണ് ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ വേറൊരു ചോദ്യം ഒരിക്കൽ വന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അക്കൗണ്ട് മീൻസ് കൺസോളിഡേറ്റ് അക്കൗണ്ട്സ്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 2 ചോദ്യങ്ങൾ, ഒരേ ഉത്തരം വരുന്ന 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്ന വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് അക്കൗണ്ട്സ് the accountant general of a state keeps the accounts of the state and audit the same on behalf of dash. The accountant general of a state keeps the accounts of the state and audit the same on behalf of dash. The answer എന്ന് പറഞ്ഞാൽ the C and A G. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് 5ാമത്തെ റൂളിൽ നിന്നാണ്. 2, 3, 4 റൂൾസിൽ നിന്ന് ഇതുവരെ അങ്ങനെ ചോദ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. 5ാമത്തെ റൂൾസിൽ നിന്ന് ഒരു ചോദ്യം വന്നതെന്ന് പറഞ്ഞാൽ ദി ആനുവൽ റിപ്പോർട്ട് ഓഫ് ഇൻസ്പെക്ഷൻ ബൈ ദ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ ഹാസ് ടു ബി സെൻഡ് ടു ദി ഡയറക്ടർ ഓഫ് ട്രഷറീസ് സോ ആസ് ടു റീച്ച് ഹിം ബൈ 20th January ഫോളോയിങ് ആസ് റിക്വയർഡ് ഇൻ റൂൾ ഡാഷ്. ഞാൻ ക്വസ്റ്റ്യൻ ഒരിക്കലും വായിക്കാം. The annual report of inspection by the district treasury officer has to be sent to the director of treasuries so as to reach him by 20th January following as required in rule. Answer is Note 3 to Rule 39 and Appendix 5 KTC Volume 1st. Note 3 to Rule 39 and Appendix 5 KTC Volume 1st. Rule 39 നോട്ട് 3യും അപ്പൻഡിക്സ് 5 കേരള ട്രഷറി കോഡ് വോളിയം 1ലെ അപ്പൻഡിക്സ് 5ഉം നോട്ട് 3 റൂൾ 39 നോട്ട് 3യുമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത സെക്ഷൻ 5ൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ. സെക്ഷൻ 5 എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് മണീസ് ഇൻ ദി ഗവൺമെന്റ് അക്കൗണ്ട്. ഗവൺമെന്റിലേക്കുള്ള പണമടയ്ക്കൽ. പേയ്മെന്റ് ഓഫ് മണീസ് ഇൻ ദി ഗവൺമെന്റ് അക്കൗണ്ട്. അതിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ one among the following is an example of monies received in civil courts that can be directly appropriated for departmental expenditure. Question ഒരിക്കൽ വായിക്കാം. One among the following is an example of monies received in civil courts that can be directly appropriated for departmental expenditure. Answer commissioners fees. Commissioners fees ആണ് answer. Next question. Sales proceeds of lottery tickets by district lottery officer can utilize for payment of prize money up to rupees dash. Question ഒരിക്കൽ വായിക്കാം. Sales proceeds of lottery tickets by district lottery officer can utilize for payment of prize money up to rupees 5,000 ആണ് answer. 5,000. Next question. The maximum period of direct appropriation of money withdrawn from treasury is dash. The maximum period of direct appropriation of money withdrawn from treasury is dash. 1 month. Next question. A sum deposited with any court is to be paid into dash. A sum deposited with any court is to be paid into dash. Public fund account. Public fund account. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 7ലെ ഗവൺമെന്റ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന വിഡ്രോവൽ ഓഫ് മണീസ് ഫ്രം ദി ഗവൺമെന്റ് അക്കൗണ്ട്. വിഡ്രോവൽസ് ഓഫ് മണീസ് ഫ്രം ദി ഗവൺമെന്റ് അക്കൗണ്ട്. അതിൽ നിന്ന്
ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. A treasury officer feels that a claim presented before him is disputable. He advised the claimant to refer the matter to dash. A treasury officer feels that a claim presented before him is disputable. He advises the claimant to refer the matter to dash. Answer: the accountant general. റൂൾ 18 എന്ന് വന്നുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. No withdrawal by gazetted officer is permitted without authorization of dash. No withdrawal by gazetted officer is permitted without authorization of dash. Answer is Finance Department. Next question. The transit pay and allowances of a non-gazetted officer promoted as a gazetted officer can be disbursed. Once more, the transit pay and allowances of a non-gazetted officer promoted as a gazetted officer can be disbursed dash. Answer is on getting accountant general intimation. On getting accountant general intimation. Next question. Payment of honorarium for conducting classes of part-time courses can be done provided. Payment of honorarium for conducting classes of part-time courses can be done provided dash. Answer: such claims are countersigned by the heads of institutions concerned. Such claims are countersigned by the heads of institutions concerned. Next question. An officer whose LPC has been issued may be permitted to draw pay and allowances if dash. Very good. The officer whose LPC has been issued may be permitted to draw pay and allowances if dash. Answer is the LPC issued has been surrendered. The LPC issued has been surrendered. അടുത്ത് instruction to drawing officers. Instruction to drawing officers. Rule number 24-25. Another question. Specimen signature card has to be furnished in TR 74A as required in rule dash. Specimen signature card has to be furnished in TR 74A as required in rule dash. Answer: rule 25 KTC volume 1st. Rule 25 KTC എന്ന് പറഞ്ഞാൽ കേരള ട്രഷറി കോഡ് വോളിയം 1st. ഈ LPCയെ സംബന്ധിച്ച് പല ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുന്നുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുണ്ടാണ്. ഒരിക്കൽ ചോദിച്ചതെന്ന് പറഞ്ഞാൽ സ്പെസിമെൻ LPC അല്ല, സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡിനെ കൊടുക്കുക. സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ് ഈസ് ഇൻ ഫോം ഡാഷ് എന്ന് പരീക്ഷയ്ക്ക് വന്നു. സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ് ഈസ് ഇൻ ഫോം TR 74A. Specimen signature card in the form 74A. Next chapter, responsibilities for monies withdrawn. Responsibilities for monies withdrawn. അതിൽ നിന്ന് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when payment is disallowed by the accountant general, the amount should be dash. When a payment is disallowed by the accountant general, the amount should be dash. Answer is recovered by the treasury officer. Recovered by the treasury officer. Next chapter എന്ന് പറയുന്നത് intergovernment transactions. Intergovernment transactions. അതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, all adjustments against the balance of a state by debit or credit to another government shall be made through dash. All adjustments against the balance of a state
by debit or credit to another government shall be made through dash. Answer is Central Account section of the Reserve Bank of India. Central Account section of the Reserve Bank of India. സെക്ഷൻ 12 വരുന്നതാണ് റൂൾ നമ്പർ 34 ക്വസ്റ്റ്യൻസ്. Pick out the exact rule in which the maintenance of cash received and dispatch register is mentioned. Pick out the exact rule in which the maintenance of cash received and dispatch register is mentioned. Answer Rule 131 within bracket D. Kerala Treasury Code Volume 1st. Rule 131D. KTC Volume 1st. Next question. A treasury officer shall pay a check. A treasury officer shall pay a check. Answer is if it is received by the payee himself or the person whose favor it is endorsed. Answer is if it is received by the payee himself or the persons whose favor it is endorsed. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പല പരീക്ഷകൾക്കായിട്ട് വന്നതാണ്. കോഡിൻ്റെ പല ലോവറിൽ ഹയറിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ ടെസ്റ്റിനെല്ലാം പരീക്ഷയ്ക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് വായിച്ചു, പാർട്ട് ഫസ്റ്റിലെ കുറേ ക്വസ്റ്റ്യൻസ് വായിച്ചു, ആൻസർ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ആൻസറുകൾ വന്ന ഭാഗങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. പെൻസിലിട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് മാത്രം തിരിച്ചറിയണം, വേറെ ക്ലാസ്സിൽ ഇൻസ്പെക്ഷൻ നിൽക്കുന്നവരറിയരുത്. അതിനു വേണ്ടി മാത്രം ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യുക. എന്നിട്ട് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് വായിക്കുക. ഈ നോട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇത് ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി ലഭിച്ചിരിക്കും, യാതൊരു സംശയവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇഷ്ടപ്പെട്ടവർ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത ഭാഗം 3rd വോളിയത്തിൽ എപ്പിസോഡ് 3ൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. ഗുഡ് നൈറ്റ്.